കെ.പി. കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചവാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രതികരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതായത് നമ്മുടെ ആ നവജാത ശിശു മരിച്ചില്ലേ നെടുമങ്ങാട്, ആ കുഞ്ഞിന്റെ പിതാവിന്റെ പ്രതികരണമായിരുന്നു. പുള്ളിയുടെ മാനസിക നിലയെ പറ്റി എന്ന് വെച്ചാൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കാരണം ആറ്റുനൂറ്റ് എത്രയോ വർഷം കാത്തിരുന്ന് കിട്ടിയ ഇന്നലെ അമ്മ നിരഞ്ജനയും ജനം ടി വിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഞങ്ങളുടെ സ്വപ്നമാണ് ഇല്ലാതായത്, ഒരു കുഞ്ഞ് എന്നുള്ള ഒരു സ്വപ്നം. അത് തന്നെയാണ് ചിലരുടെ ഒരു നിസ്സംഗത. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനുള്ള പണമാണ് വേണ്ടത്. ഈ പിതാവ് പറഞ്ഞതുപോലെ തന്നെ എന്നോട് മുമ്പും 2 തവണ പണം ചോദിച്ചിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. പണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ജീവനുകൾ പോലും വിലയില്ലാതാക്കുന്ന നമ്മുടെ ചില സംവിധാനങ്ങൾ, ചില വ്യക്തികൾ അല്ലേ? തീർച്ചയായും ഇപ്പം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മരണം ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡോക്ടറിനെതിരെ ആദ്യമായിട്ടല്ല പരാതി ഉയർന്നത്. ബിന്ദു സുന്ദറിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് സംരക്ഷിക്കരുത് ചെയ്തല്ലേ? അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് പ്രസവ ശസ്ത്രക്രിയക്കിടെ ഒരു സ്ത്രീയുടെ മലദ്വാര ഞരമ്പ് പൊട്ടുന്നു. തുടർന്ന് ഇവർ അത് കറക്റ്റായിട്ട് ചെയ്തു വിട്ടു. പക്ഷെ അവർക്ക് വീട്ടിലെത്തിയപ്പോൾ മൂത്രനാളിലൂടെയാണ് മലമൂത്ര വിസർജനം നടക്കുന്നത്. എത്ര ഗുരുതരമായൊരു പിഴവാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഗുരുതരമായ പിഴവ്! അത് ഇരു ചെവി അറിയാതെ ഈ ആരോഗ്യ വകുപ്പ് ഒതുക്കി തീർത്തു. നമ്മൾ മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്. അപ്പം ഇവർ ഈ അമിതമായി കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അതായത് കൈക്കൂലി നൽകിയില്ല എങ്കിൽ ആ രോഗിയെ പരിഗണിക്കുന്നത് അത്രയും വേറൊരു തരത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായ അവിടെയാണ് സർക്കാർ ആശുപത്രികളിൽ ഈ ഡോക്ടർമാർക്ക് കൃത്യമായ ശമ്പളം സർക്കാർ നൽകുന്നത് സാധാരണക്കാരായ രോഗികളെ നോക്കാനാണ്, പരിചരിക്കാനാണ്. അവിടെയാണ് ഇവർ അതും വാങ്ങി, കൂടാതെ ഈ കൈക്കൂലിയും വാങ്ങി, പണവും വാങ്ങി. എങ്കിൽ പണം തരുന്നില്ല എങ്കിൽ ചികിത്സയില്ല എന്ന് പറയുന്നത് സാധാരണക്കാർ എവിടെ പോകും? ആ ഒരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സർക്കാരിലേക്കാണ്. അതായത് ഇന്ന് ഡോക്ടർമാർ സമരം നടത്തുന്നു. എന്തുകൊണ്ടാണ്? മിനിമം വേതനം കൂട്ടുന്നില്ല, കൈക്കൂലിയിലേക്ക് പോകുന്നു. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ലല്ലോ മര്യാദയ്ക്ക്. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി നമ്മൾ എത്രത്തോളം വാർത്തകളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനപ്പം ഒരു ശസ്ത്രക്രിയ എന്നും പറയുന്നത് ചികിത്സാ പിഴവാണ്, മറ്റൊരു ഇര. ആ ഇരകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആരോഗ്യ വകുപ്പ് അപ്പാടെ തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ടും സിസ്റ്റം തകരാർ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ഇതാണ് ആവശ്യത്തിന് മരുന്നുകളുണ്ടോ, ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടോ? ഇന്നത്തെ ആ പേരൂർക്കട ESIയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രോഗികളെ മടക്കി അയക്കുകയാണ്. എന്താണ് കാരണം എന്നറിയോ? അനസ്തേഷ്യ ഇല്ലത്രേ. ഈ പാവപ്പെട്ടവർ എവിടെ പോകും? ഒരു ശസ്ത്രക്രിയക്ക് പണമില്ലാത്തവർ എവിടെ പോകും? അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിനു ശേഷമാണ് അവിടെ ഇറക്കി വിടുന്നത്, രോഗികളെ മടക്കി അയക്കുന്നത്. ഗുരുതരമായ അനാസ്ഥയാണ് കെ.പി. പറയാനാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ പോരാ. നമുക്ക് എന്തായാലും ആ വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം നെടുമങ്ങാട് ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിന് ശേഷമാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് സമ്മതം അറിയിച്ചത്. അതേസമയം ഡോക്ടർക്കെതിരെ പരാതികൾ ഇതാദ്യമല്ല എന്നും നേരത്തെയും പരാതി ഉയർന്നിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. വിനീഷ് ഉണ്ട് വിവരങ്ങളുമായി. വിനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വരുമ്പോൾ എന്താണ് കാരണമെന്നറിയാം. എങ്കിലും ആ കുഞ്ഞു ജീവനെ നഷ്ടമായി കഴിഞ്ഞു. നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ ഡോക്ടർ ഒരു CPM പിന്തുണയുള്ള ഡോക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു CPM പ്രവർത്തകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം വിനീഷിന്. അപ്പോൾ ഇവർക്കെതിരെ ഇതിനു മുൻപും പരാതികൾ ഉയർന്നു. അപ്പോഴൊക്കെ സംരക്ഷണ കവചം ഒരുക്കിയത് സർക്കാരാണ്. അപ്പോൾ അന്നൊക്കെ ഒരു കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിന്റെ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ വിനീഷ്? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡോക്ടർക്കെതിരെ പല തവണ, പല ഘട്ടങ്ങളിൽ, പല തരത്തിലുള്ള പരാതികൾ പല രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒപ്പം തന്നെ രോഗികളും നൽകുന്ന സാഹചര്യം, അത് ആരോഗ്യ വകുപ്പിന് തന്നെ നൽകിയിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത്തരത്തിലുള്ള പരാതി നൽകിയിട്ടും ഈ ഡോക്ടറെ സംരക്ഷിക്കാനുണ്ടായ ഒരു നിലപാട്, അത് ഇടതുപക്ഷ അനുഭാവം തന്നെയാണ്. ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന തരത്തിൽ തന്നെയാണ് ഈ ഡോക്ടറെ ഇതുവരെയും സർക്കാർ സംരക്ഷിച്ചിരുന്നത്, ആരോഗ്യവകുപ്പ് സംരക്ഷിച്ചിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വലിയൊരു പിഴവ്, ചികിത്സാ പിഴവ് എന്ന് ഒരുപക്ഷെ നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ഡോക്ടറുടെ ബോധപൂർവമായ ഒരു അനാസ്ഥ ആ സമയത്തുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്
ഇപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രശ്നത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നേരത്തെ തന്നെ പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടും ആരോഗ്യവകുപ്പ് നടപടിയെടുക്കാത്തതിലുണ്ടായ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ ഈ നവജാത ശിശുവിൻ്റെ മരണത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ മരണപ്പെട്ട നവജാത ശിശു മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനും അമ്മയും നേരത്തെയും ഈ ഡോക്ടർക്ക് മുന്നിൽ ചികിത്സയുമായി എത്തിയിരുന്ന സമയത്ത് അവരിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങിയ ഡോക്ടറാണ് എന്ന തരത്തിലുള്ള ഒരു പരാതി ഈ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ തന്നെ ഇപ്പോൾ നിലവിലെ നവജാത ശിശുവിൻ്റെ അച്ഛൻ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്. 2 തവണ നേരത്തെയും പണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണം നൽകിയിരുന്നു എന്ന പരാതിയാണ് ഈ നവജാത ശിശു മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ആദ്യഘട്ടം മുതൽ എല്ലാ തരത്തിലുള്ള പ്രതിഷേധം ഈ ഡോക്ടർക്കെതിരെ ഈ ഒരു സംഭവം ഉണ്ടായതിന് സമയത്ത് മുതൽ BJP ശക്തമായ പ്രതിഷേധവുമായി രാത്രിയും പകലുമില്ലാതെ BJPയുടെ പ്രതിഷേധം ഈ നെടുമങ്ങാട് ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ആ സമയത്തൊന്നും സർക്കാർ സംവിധാനങ്ങൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനോ നടപടിയെടുക്കാനോ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായില്ല. അത് പ്രധാനമായും ഈ ഡോക്ടർക്ക് ഒരുക്കിയ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്, ആരോഗ്യവകുപ്പ് ഒരുക്കിയ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ഈ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുമാണ് ഉണ്ടായത്. പക്ഷേ കുടുംബം ഉറച്ചു നിന്നു. BJP ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തി. ആദ്യം സ്ഥലം മാറ്റമാണ് ഉണ്ടായത്. പക്ഷേ സ്ഥലം മാറ്റം മാത്രം പോരാ, കൃത്യമായ ഉചിതമായ ഇടപെടൽ വേണമെന്നുള്ള ആ ഒരു പ്രതിഷേധക്കാരുടെ ആവശ്യത്തിന് ഒരു ഒടുവിൽ വഴങ്ങേണ്ടി വന്നു സർക്കാരിന്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യഘട്ടത്തിൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥലം മാറ്റം എന്ന നടപടിയിലേക്ക് ഒതുക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും കുടുംബം ഈ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഭാഗമാകണമെങ്കിൽ ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണം. മറ്റൊരു കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരു രോഗിക്കോ ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം ഈ കുടുംബം ഉന്നയിക്കുന്നു. ഇല്ലാത്ത ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ല എന്ന ഉറച്ച നിലപാട് ഈ കുടുംബം എടുത്തതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള അനാസ്ഥ കാണിക്കുന്ന ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നടപടിയിൽ ഒതുങ്ങിയാൽ മതിയോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇന്ന് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. ഇന്നലെ ഉച്ചയോടുകൂടി കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി മാത്രമേ ഇതിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വരികയുള്ളൂ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, കൂടുതൽ വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കും.